ഹലോ ഹലോ, ആരാണ്? എന്താണ്? ആരെയാന്നോ? എന്താ നോക്കുന്നേ? ആര്യ. രമേശ് ചേട്ടാ. ഹലോ, ആര്യയുടെ ആര്യ ചേച്ചി. ചേച്ചിയെ കാണാൻ ആരോ വന്നിരിക്കുന്നു. രമേശ് ചേട്ടാ, ഇവിടെ ആരാ? നിനക്കെന്നെ അറിയത്തില്ലെന്നാണോ പറയണേ? നിനക്കോ? നീ ഏതാ? ഞാൻ നിന്റെ എക്സ് കാമോൻ. നീ എന്നെ എന്റെ പൊന്ന് വേവിച്ച, എനിക്ക് എക്സും ഇല്ല വൈയും ഇല്ല ഇസഡും ഇല്ല, അത് വേവിച്ചാൽ അറിയാൻ പാടില്ലേ? ഹലോ മിസ്റ്റർ എക്സ് ഏജന്റ്, എടാ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എവിടുന്ന് വന്നേക്കണേ ഇവിടെ കുടുംബ കലക്കാനായിട്ട്? അല്ല, ഇവിടെ ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല, പെട്ടെന്ന് അങ്ങ് പോയി. ഒരു കല്യാണാലോചന വന്നു. അത് വെറുതെ വന്ന് കോണ്ടാക്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ ഏതാന്ന് പറയുന്നത്? ഇൻസ്റ്റയിലും FB-ലും ഒക്കെ മെസ്സേജ് അയച്ചോണ്ടിരുന്ന ആരെങ്കിലും ഫേക്ക് ഐഡി ഉണ്ടാക്കി അയച്ചതാണെങ്കിലോ? ഞാനൊന്നുമില്ല, എനിക്ക് ഇൻസ്റ്റ ഇല്ല FB ഇല്ല ഒന്നുമില്ല, എന്റെ ബേബിച്ച മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ചുമ്മാ വന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സമ്മതിക്കാൻ പറ്റുമെന്നേ ഇത്? അത് മാത്രല്ല, ഇൻസ്റ്റയിലും FB-ലൊക്കെ എന്തോരം പേര് ഇടണ്. ഇവനെന്താ തെളിവുള്ളത്? ആ തെളിവുണ്ട്, തെളിവ് തരാം. എന്ത് തെളിവുണ്ട്? എടോ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആര്യയുടെ ഫേക്ക് ഐഡി ഉണ്ടാക്കി ആരെങ്കിലും മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് താൻ ഇവിടെ വന്നിട്ട് എക്സ് കാമുകനാന്ന് ഇത്രയും ക്യാമറയുടെ മുന്നിൽ വിളിച്ച് പറയുവാണോ ചെയ്യുന്നത്? അല്ല, തെളിവുണ്ട്, തരാന്നേ. നിന്റെ അടുത്ത് എന്ത് തെളിവുള്ളത്? എന്റെ ഈ തെളിവൊന്നുമില്ല, ഞാനൊരു ക്ലൂ തരാം. എന്താ ക്ലൂ? സൺഫീഷ് വൗസ്, ഓരോ ബൈറ്റിലും വാവ്. ഇത് നിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണല്ലോ, ഇതെങ്ങനെ അവനറിഞ്ഞു? എന്റെ പൊന്ന് വേവിച്ചായ, അത് സൺഫീസ്റ്റ് വൗസേഴ്സ് ആണ്, അത് എന്റെ മാത്രല്ല, അത് കുറെ പേരുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ്. ഇതൊക്കെ ഒരു ക്ലൂ ആണോ? എടി, ഇതൊക്കെ ഒരു തെളിവായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? അതെ, ഈ ബിസ്ക്കറ്റ് എല്ലാ പെമ്പിള്ളേർക്കും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ആണ്. ഒരു ബിസ്ക്കറ്റുമായിട്ട് കുടുംബം കലക്കാൻ ഇറങ്ങിയേക്കുവാ. ഇറങ്ങി പോയാടോ. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ബിസ്ക്കറ്റ് താനെടുത്തു. ബിസ്ക്കറ്റ് വാങ്ങിയെന്ന് പറഞ്ഞ് ഞാനാണ് നിങ്ങളുടെ കാമുകിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കളിനി. നമ്മളില്ലേ